ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതൊരു ധോക്ലയാണ്. അപ്പോൾ ഗുജറാത്തിലെ സ്വീറ്റാണ് കേട്ടോ ഈ ധോക്ല. അപ്പോൾ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ബുക്കിലും എല്ലായിടത്തും ഇങ്ങനെ കാണുന്നതാണ് ധോക്ല എന്ന്. അപ്പോൾ അതെങ്ങനെയെന്ന് അറിയാനായിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കടയിൽ പോയപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പാക്കറ്റ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒന്ന് വാങ്ങിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കമാൻ ധോക്ല മിക്സ് കേട്ടോ. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിനെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ. പ്രത്യേകിച്ച് അതിൽ ചെയ്യാനൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഈ ഒരു പാക്കറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് വെള്ളം. അപ്പോൾ 1 കപ്പ് വെള്ളം ആദ്യം ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ നോക്കിയപ്പം കടലപ്പൊടിയുടെ ആ ഒരു സ്മെല്ലാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒരു കേക്കിൻ്റെ ബാറ്ററൊക്കെ അല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടിന്നിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി കൊടുക്കുകയാണ്, എയർ ബബിൾസൊക്കെ ഒന്നിങ്ങനെ പോകാനായിട്ട്. എന്നിട്ട് നമ്മൾ ആവി കയറ്റുകയാണ് ചെയ്യുന്നത്. സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ധോക്ല ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാക്കറ്റിൽ കാണിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാനാണ്. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിതാ കുറച്ച് ഷുഗർ സിറപ്പാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 5-8 സ്പൂൺ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നൂൽ പരുവാക്കുക അങ്ങനെ ഒന്നും ചെയ്യേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്നിങ്ങനെ അലിയിപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമ്മളെ ധോക്ല നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഒട്ടി പിടിക്കുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലേക്കൊന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് മാത്രം ഇങ്ങനെ അബ്സോർബ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ നോക്കിയ സമയത്താണ് ഒരു ചാനലിൽ കണ്ടപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടായിരുന്നു നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ കറക്റ്റായിട്ട് എത്തുമായിരുന്നു. അപ്പോൾ ഞാനത് ആ പാക്കറ്റിൽ അങ്ങനെ എഴുതിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മേലെ തന്നെ ഒഴിച്ചുകൊണ്ട് തന്നെ ഒരുപാടൊന്നും അബ്സോർബ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും അതുപോലെ ചെറിയ ജീരകം, ക്യുമിൻ സീഡ് ഇല്ല, അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് എല്ലാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറേ സമയം കഴിഞ്ഞപ്പോൾ അത് കുറേയൊക്കെ ഇങ്ങനെ അബ്സോർബ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് ചൂടാറിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കത്തി വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്നിങ്ങനെ വിടുവിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. സംഭവം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെയാണ് ഉള്ളത്. ആ ഒരു പാക്കറ്റിന് വില ഉണ്ടായിരുന്നു സ്പോഞ്ചി ധോക്ല. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത്. ബ്രെഡ് പിന്നെ അതുപോലെ കേക്കിൻ്റെ ഒക്കെ ആ ഒരു ടെക്സ്ചറിൽ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. സ്വീറ്റ് ഡിഷ് എന്നാണ് പറയുകയാണെങ്കിലും പക്ഷേ സ്വീറ്റായിട്ട് എനിക്ക് തോന്നില്ല കേട്ടോ. തീരെ മധുരമൊന്നും വന്നിട്ടില്ലായിരുന്നു. കാരണം അത് കട്ട് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു അതിലേക്ക് ഒഴിക്കേണ്ടത്. നമ്മളല്ലാതെ മേലെ ഒഴിക്കുമ്പോൾ മേലെ മാത്രം കുറച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ അകത്തോട്ടൊന്നും തീരെ സ്വീറ്റൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചൂടാറിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം മാത്രം ഷുഗർ സിറപ്പ് ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ അകത്തോട്ടൊക്കെ ശരിക്കും അങ്ങ് നല്ല അബ്സോർബായിട്ട് കിട്ടിക്കോളും. ഞാനിനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് ആയപ്പോൾ കേട്ടോ ഓർത്തത്, ഇതിലൊരു കാര്യം ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കായത്തിൻ്റെ പൊടി ചേർക്കണം എന്ന് അതിലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്തു വെച്ചു, പക്ഷേ അത് പിന്നീട് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഈ എണ്ണയിൽ കടുകും ജീരകമൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒഴിക്കുന്നുണ്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. അതിലേക്ക് കറക്റ്റ് ആ ഒരു ഫ്ലേവർ ഇറങ്ങിക്കോളും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു പൊടി ആയതുകൊണ്ട് തന്നെ മേലെ ഒന്ന് ജസ്റ്റ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഗുജറാത്തിലെ ഒരു ഫേമസ് ഡിഷായിട്ടുള്ള ഒരു ഫേമസ് സ്വീറ്റാണെന്ന് അറിയപ്പെടുന്ന ധോക്ല നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ആവിയൊക്കെ കയറ്റിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. എനിക്ക് പേഴ്സണലി ഈ ഒരു സ്വീറ്റ് തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഉണ്ടാക്കിയ ആ ഒരു കുഴപ്പമില്ല, അതിന് തീരെ നമ്മൾ സ്വീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് എക്സ്പെക്റ്റ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വീറ്റ്നെസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഒരു പുളിപ്പ് പോലെയൊക്കെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുള്ള ആരെങ്കിലും ധോക്ല കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത്, അതുപോലെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.